സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിക്കുകയാണ്. കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 15-കാരന് നിപ്പ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലവും പോസിറ്റീവായി. കോഴിക്കോട് ജില്ലയിൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 3 കിലോമീറ്ററിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. ആരോഗ്യമന്ത്രി ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും. അതേസമയം നിപ്പ പോസിറ്റീവായ കുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് നിപ്പ സസ്പെക്ട് ചെയ്ത 14 വയസ്സുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം NIV പൂനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത് നിപ്പ പോസിറ്റീവാണ്. ഹൈറിസ്ക് കോൺടാക്ട്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എപ്പിക് സെൻറ്റർ വെച്ച് 3 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതി ഉണ്ടാകും. ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 15-കാരനാണ് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് പരിശോധന നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലവും പോസിറ്റീവായി എത്തിയത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ജാഗ്രത വേണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. 3 കിലോമീറ്ററിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായിരിക്കും. മലപ്പുറത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ആരോഗ്യമന്ത്രി ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ നിപ്പ പോസിറ്റീവായ കുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 5ാം തവണയാണ് ഇതിപ്പോൾ നിപ്പ സ്ഥിരീകരിക്കുന്നത്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, പരിശോധനാ ഫലം പോസിറ്റീവ് ആയിരിക്കുകയാണ്. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. ഈ നിരീക്ഷണത്തിൽ ആരൊക്കെയുണ്ട്, കൂടുതൽ ആൾക്കാരുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിൽ അറിയുന്നത്? പുതിയ ആശങ്കയുടെ മണിക്കൂറുകളാണ്. പക്ഷേ ആ ആശങ്കയും നമ്മൾ അതിജീവിക്കും. അതാണ് നമ്മുടെ മുൻകാല ചരിത്രം. അതിനുള്ള മുന്നൊരുക്കങ്ങളും ജാഗ്രതയും സംവിധാനങ്ങളും എല്ലാം ഉണർന്നു പ്രവർത്തിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് എന്തായാലും വ്യക്തമാക്കുന്നത്. നിലവിൽ 15-കാരന് രോഗബാധ, നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. പിന്നെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫലം വന്നതോടുകൂടിയാണ് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുള്ളത്. നിലവിൽ ആദ്യം തന്നെ കുട്ടിയുടെ ആരോഗ്യ നിലയിലേക്കും പിന്നീട് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് വരാം. കുട്ടി 15-ാം തീയതിയാണ് പനി ബാധിച്ച ചികിത്സയിലാകുന്നത്. അപസ്മാരം ഉണ്ടായിരുന്നു. അങ്ങനെ മസ്തിഷ്ക ജ്വരമായിരുന്നു. അങ്ങനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് ആണ് നിപ്പ ഫലത്തിനായി ഇന്നലെയാണ് സാമ്പിൾ അയച്ചത്. ഇന്ന് വൈകിട്ടോടു കൂടി രോഗം എന്തായാലും സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 3 പേരാണ് തുടക്കത്തിൽ തന്നെ നിരീക്ഷണമായത്. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള കുട്ടിയുമായി അടുത്ത് ഇടപഴകിയ 3 പേരെ ഐസൊലേഷനിൽ കോഴിക്കോടാക്കിയിരുന്നു. കുട്ടിയുടെ അമ്മാവൻ ഉൾപ്പെടെ 2 പേർ, അങ്ങനെ 3 പേർ. ഒപ്പം തന്നെ മറ്റൊരു കുട്ടി ഈ കുട്ടിയുമായി സമ്പർക്കത്തിൽ വന്ന ആദ്യമേ പനിയുമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ചികിത്സ തേടിയിരുന്നു. ആ കുട്ടി കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും മന്ത്രി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളിലേക്ക് കടന്നാൽ ജില്ലയിലാകെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മാസ്ക് നിർബന്ധമാണ്. ആശുപത്രികളിലെ അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. വാർഡുകൾ കേന്ദ്രീകരിച്ച് തന്നെയാകും എന്തായാലും നിയന്ത്രണം, പ്രതിരോധ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ. കഴിഞ്ഞ തവണ കുറ്റിയാടിയിലായിരുന്നു രോഗബാധ സ്ഥിരീകരിച്ചത്. മരുതോങ്കര, ആയങ്കരി അവിടെയൊക്കെ ഈ വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ജാഗ്രതാ പ്രവർത്തനം. അതേപോലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഈ വാർഡുകൾ കേന്ദ്രീകരിച്ചായിരിക്കും. ഈ ചെമ്പ്രശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്തെ 3 കിലോമീറ്റർ കേന്ദ്രീകരിച്ച് എന്തായാലും നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും അറിയിക്കുന്നത്. മന്ത്രി ജില്ലയിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്ന്, ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുമെന്നും അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മലപ്പുറം പാണ്ടിക്കാടാണല്ലോ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. അതിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇപ്പോഴേ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ നിപ്പയാണെന്ന് സംശയിച്ച ഉടനെ തന്നെ തീർച്ചയായിട്ടും അവിടെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ. എങ്ങനെയായിരുന്നു അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഒരാൾക്ക് പനി, നിരീക്ഷണത്തിലുള്ള ഒരാൾക്ക് പനിയോ മറ്റോ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളും ഈ നിമിഷം ലഭിക്കുന്നുണ്ട്. എല്ലാം കൂടി കേന്ദ്രീകരിച്ച് എങ്ങനെയായിരിക്കും സമ്പർക്ക പട്ടികയിൽ ആൾക്കാർ കൂടാനൊക്കെയുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അവിടെ നിന്നുമുള്ള ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അതെ പൂജ, ഇനി നമുക്ക് വേണ്ടത് അത്തരത്തിൽ ഊർജ്ജസ്വലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ആരൊക്കെ സമ്പർക്ക പട്ടികയിൽ വന്നിട്ടുണ്ട്? ഈ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയാണ് പ്രഭവ കേന്ദ്രം. ഇതുമായി ബന്ധപ്പെട്ട റൂട്ട് മാപ്പ്, ഈ കുട്ടിയുടെ ഉൾപ്പെടെ റൂട്ട് മാപ്പ് എന്തായാലും തയ്യാറാക്കും. അതൊക്കെ നിരീക്ഷിച്ച് ഇനി ആരെങ്കിലും സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടോ, മറ്റാർക്കെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടോ, അങ്ങനെ തിരിച്ചറിയുകയാണെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് മാറ്റാൻ പ്രത്യേകമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രത്യേക 9 വാർഡുകൾ ആരംഭിച്ചിട്ടുണ്ട്. റൂനാറ്റ് പരിശോധന കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ സജ്ജമാണ്. കാരണം
കാരണം ഇന്നലെ തന്നെ ഈ രോഗബാധ സംശയിച്ച മുതൽ തന്നെ ആരോഗ്യവകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് എന്തായാലും എടുത്തു പറയേണ്ട കാര്യമാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുൻകാല പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ കുറ്റ്യാടിയിൽ ഉൾപ്പെടെ നമ്മൾ രോഗത്തെ അത്തരത്തിൽ സെക്കൻഡറി കോൺടാക്റ്റുകളിലേക്ക് പോകാതെ രോഗത്തെ പിടിച്ചു കെട്ടിയതാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ തന്നെ ഇപ്പോഴും ഉണർന്നിരിക്കുന്നു എന്ന് ആരോഗ്യവകുപ്പ് എന്തായാലും ഈ മണിക്കൂറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി നമ്മൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടത് അത്തരം പ്രതിരോധ പ്രവർത്തനത്തിൽ തന്നെയാണ്. കാര്യക്ഷമമായ ഇടപെടൽ നമുക്ക് അവിടെ വേണം. അപ്പോൾ ഈ വരുന്ന മണിക്കൂറുകളിൽ ഉൾപ്പെടെ എല്ലാം നിരീക്ഷിച്ചു വരികയാണ്. ആരെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ വിവരം അറിയിക്കുക, അധികൃതരെ വിവരം അറിയിക്കുക, ക്വാറന്റൈനിലേക്ക് മാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രോഗബാധയിൽ